ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ 2025 ക്രിസ്മസ് സീരീസ് തുടരുന്നു. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് അറിയുന്നത്, നമ്മളിപ്പോൾ ടെറസ് കിച്ചണിലാണ്, എല്ലാ ദിവസവും ഇവിടെയാണ്. ഒരു ദിവസം ഞാൻ 2-3 എപ്പിസോഡ്സ് വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്, 2-3 വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ ഇന്നിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇന്നത്തെ ആദ്യത്തേതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഒരു ചോക്ലേറ്റ് കുക്കി പൈ. ഇത് നോ ബേക്കാണ്, ഓവനൊന്നും വേണ്ട, ഫ്രിഡ്ജ് മാത്രം മതി. നോ ബേക്ക് ചോക്ലേറ്റ് കുക്കി പൈ. അപ്പോൾ ചോക്ലേറ്റ് കുക്കി പൈ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് കുക്കീസാണ് അതിൻ്റെ ഒരു ബേസ്. പൈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റ് കുക്കി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് നോക്കിക്കോളൂ, ഇത് അകത്ത് ക്രീമുള്ള ബിസ്ക്കറ്റാണിത്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ബോർബോണാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ്. അതല്ലാതെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആകാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയിരിക്കണം, അകത്ത് ക്രീമും ഉണ്ടാകും. ഓക്കെ, ചോക്ലേറ്റ് ക്രീം. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 7 8 9 10 13 14 15. ഓക്കെ, 30 എണ്ണമാണ് ഒരു പാക്കറ്റിൽ. അപ്പോൾ 2 പാക്കറ്റ് എടുക്കാം. സെക്കൻഡ് പാക്കറ്റും പൊട്ടിച്ചു. ടോട്ടൽ 30. ഇനി ഈ ബിസ്ക്കറ്റ്സ് ഒരു തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ആ ക്രീമോട് കൂടി തന്നെ 2-3 ആയിട്ട് മുറിച്ചിടാം. പെട്ടെന്നാകുന്ന കാര്യമാണ്. ഈ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഈ ഒരു ചോക്ലേറ്റ് പൈയുടെ ഗുണം, ഇതൊരു ഡെസേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷമുള്ള ദിവസമല്ലേ. വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ്. ചിലപ്പോൾ നമ്മൾ കുറച്ച് അതിഥികളെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിൽ തീന്മേശപ്പുറത്ത് കുറേ ഐറ്റംസ് വയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേ. ഒരു ഡെസേർട്ട് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഡെസേർട്ട്സ് ഉണ്ടാക്കാമല്ലോ. ഇതൊന്നും അത്ര ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷേ കാണാൻ നല്ല ലുക്കായിരിക്കും, കഴിക്കാനും നല്ലതാണ്, കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടവും. യെസ്, നമുക്കൊന്ന് ക്രഷ് ചെയ്യാം. യെസ്, ആ ക്രീമും കൂടി ചേർന്നല്ലേ പൊടിഞ്ഞു വരുന്നത്, അതുകൊണ്ട് തന്നെ സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഒരു കോസായിട്ടുള്ളൊരു പൗഡർ, ഒരു തരിതരിപ്പ്, ചെറിയ ഫൈൻ പൗഡറാണോയെന്ന് വെച്ചാൽ ആണ്, പക്ഷേ ഇതിനൊരു പ്രത്യേകത, എന്തായാലും ഇതൊരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും. നമ്മുടെ ചോക്ലേറ്റ് കുക്കി പൈയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പൈ ബേസാണ് ചോക്ലേറ്റ് പൈ ബേസ്. അപ്പോൾ ഇതാ ക്രീമും കൂടി ചേർന്നിട്ടാട്ടോ പൊടിച്ചത്, നല്ലതാണ്. ഇനി ഒരു 100 ഗ്രാം വെണ്ണ ഉരുക്കാം. അടുപ്പ് കത്തിച്ചു. ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ബട്ടർ ഇട്ട് കൊടുക്കും. ഇത് ഉരുകുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം. ദാറ്റ് ഈസ്, വീണ്ടും കുറച്ച് ചോക്ലേറ്റ് കുക്കീസ് ആകാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ആകാം. ഇതിപ്പോൾ ഞാൻ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ എടുത്തിരിക്കുന്നത്, അല്ല ചോക്ലേറ്റ് കുക്കീസ് ആയാലും മതി. ചെറുതായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് വയ്ക്കും, ചെറിയ രീതിയിൽ, ചെറിയ പീസസ് ആയിട്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ, ഹൈഡ് ആൻഡ് സീക്കിനകത്ത് കുറേ ചോക്ലേറ്റ് ചിപ്സും കൂടി ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മുടെ പൈയുടെ ഫില്ലിങ്ങിലേക്ക് ചേർക്കാനാണ്. കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ചിടാം. ഒരുപാട് വലിയ പീസ് വേണ്ട, സ്മോൾ പീസസ്. ഇനിയും ചെറുതാക്കാം. ഇപ്പോൾ ഞാനൊരു 8 എണ്ണം എടുത്തു. ഇനിയും ഒരു 4 എണ്ണം കൂടി എടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇടുന്ന പോലെയാണ്, കുറച്ച് ബിസ്ക്കറ്റിന് ഈ ഒരു കുക്കീസ് പോലെ തന്നെയാണ് ഇത് ഏകദേശം. ഓ യെസ്. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിലിരിക്കട്ടെ. നമ്മുടെ വെണ്ണ ഉരുകി കഴിഞ്ഞു. ഇനി ഇത് ഈ ഒരു ചോക്ലേറ്റ് ബേസിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ബേസിലേക്ക് ഇത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡ്സിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ഈവൻ ഔട്ട് ചെയ്യാം. ഒരുപോലെ ആ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്കിങ്ങനെ സൈഡ്സിലേക്ക് കൂടി
സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ ബേക്കിംഗ് പ്രോസസ്സ് ഒന്നും ഇല്ല കേട്ടോ. അത് കാരണം ഇത് നമ്മൾ എന്ത് വെക്കുന്നോ അങ്ങനെ. ഇപ്പോൾ ചീസ് കേക്കിനൊക്കെ നമ്മൾ ബേസ് വയ്ക്കുന്ന ബിസ്ക്കറ്റ് അല്ലേ, അതുപോലെ. അതായത് ആ ഒരു ബിസ്ക്കറ്റ് പീസ് വെച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് നന്നായിട്ട് ലെവൽ ചെയ്യാം വീണ്ടും. എനിക്ക് ഡിസേർട്ട്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കേക്ക്സ് ആൻഡ് ഡിസേർട്ട്സ് ആൻഡ് സ്വീറ്റ്സ്. ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്യാം ആയിട്ട് അമർത്തി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 30 ബിസ്ക്കറ്റ്സാണ് എടുത്തത്. ഒരു 40, കുറച്ചുകൂടെ നിങ്ങൾക്ക് ബേസിന് കുറച്ചുകൂടി തിക്നെസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 40 ബിസ്ക്കറ്റും ഉപയോഗിക്കാം. ബട്ടർ ഇത്ര തന്നെ മതിയാകും. ഒരു സ്മൂത്ത് ഫിനിഷിങ് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഡെപ്ത് ഉണ്ട്. ചുറ്റും ഒരു ബേസ്, താഴെയും ബേസ് സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ ഒരു 10-15 മിനിറ്റ് വെച്ചേക്കാം. 15 മിനിറ്റ് ഒക്കെ മതിയാവും ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്നാകും. അപ്പോൾ ഇതിനകത്ത് ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ആ ബട്ടർ ഹാർഡാവുമല്ലോ, സ്വാഭാവികമായിട്ട് ഇത് നല്ല സ്ട്രോങ് ആവും. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യാത്ത പൈ ക്രസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം, ബേക്ക് ചെയ്യുമ്പോൾ അത് ചുരുങ്ങും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പൈ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ക്രസ്റ്റിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എന്തെങ്കിലും കിഡ്നി ബീൻസോ അല്ലെങ്കിൽ ഗ്രീൻ പീസിൻ്റെ ഉണങ്ങിയതോ എന്തെങ്കിലും, അല്ലെങ്കിൽ പയറോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഡമ്മി പോലെ അതിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങില്ല, അത് ലെവലായിട്ട് അതിനകത്ത് വെയിറ്റ് കൊടുത്തിട്ടേ ബേക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് മുകളിലേക്ക് വരും. ഓക്കെ, അതിൻ്റെ ഷേപ്പ് പോവും. അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് പിന്നെ എടുത്തിട്ട് ആണ് പിന്നെ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ആ ഡമ്മിയെ മാറ്റും. അതിനകത്ത് ഉണ്ടായിരുന്ന പയറാണെങ്കിൽ അത് എന്താണെങ്കിലും അത് മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യണം. ഇതങ്ങനെയല്ല, നോ ബേക്ക്. അതങ്ങനെ പൊടിക്കാനുള്ളതല്ല. ഇനി കുറച്ചുകൂടി ഒന്ന് പൊടിച്ച് വയ്ക്കട്ടെ. പൊടിക്കുകയല്ല, നമ്മൾ സ്മോളർ പീസസ് ആക്കിക്കൊണ്ടിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് റോളിംഗ് പിൻ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്താലും മതി. അപ്പോൾ ഇച്ചിരി ഒന്ന് ബെറ്ററാവും. ജസ്റ്റ് ഒന്ന് റോളിംഗ് പിൻ വെച്ച് ഒന്ന് ഓടിക്കാം ഇതുപോലെ. അപ്പോൾ കുറച്ചുകൂടി പൊടി വേണ്ട, നമുക്കിങ്ങനെ പീസ് തന്നെ വേണം, സ്മോളർ പീസ്. അത്രയും കുഴപ്പമില്ല. ഓക്കെ, അതിനാണ് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. പൊടി വേണ്ട, പീസസ് ഉള്ളി. ഒരു 8 മുതൽ 10 ബിസ്ക്കറ്റ്സ് ആണ് അതിനുപയോഗിക്കുന്നത്. ചോക്ലേറ്റ് കുക്കീസ് ആയാലും കുഴപ്പമില്ല, ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ക്രീം ബിസ്ക്കറ്റ്സ് ഒന്നും വേണ്ട ഈ ഒരു സ്റ്റേജിന്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുക്കി പൈ ആണ് കേട്ടോ. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം. യെസ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ സ്വീറ്റൻ്റെ ആണ്, കുറച്ച് മധുരം ഉണ്ടാവും. ഞാൻ ഫിയോണ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് എനിക്ക് കിട്ടിയത്. അത് നല്ലതാണ്. ഇപ്രാവശ്യവും സ്റ്റെയിൻസിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ മേടിച്ചത്. പക്ഷേ ഞാൻ അവിടെ പോയി ഷോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം ഞാൻ പോയില്ല. ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു മേടിച്ച്. അപ്പോൾ അവിടെ നിന്ന് തന്നയച്ചത് ഫിയോണയാണ്. പിന്നെ അല്ലെങ്കിൽ പൗഡർ ഫോമിലുള്ളതാണെങ്കിൽ ചെറിയ ഐസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴും ഫ്ലഫി ആയിട്ടും. അങ്ങനെ പല നല്ല നല്ല ബ്രാൻഡ്സ് ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ കുറേ പേർക്ക്, ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ സ്ഥിരമായിട്ട് കേക്ക്സ്, പേസ്ട്രീസ്, പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇനി വേറെ ഏതൊക്കെ ബ്രാൻഡ്സാണ് നല്ലത് എന്നുള്ള കാര്യം വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പല ഡിസ്ട്രിക്റ്റിലുള്ളവർ കാണുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഏരിയയിലെ കടകളിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതും നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങുന്നതും ആണെങ്കിൽ എളുപ്പമല്ലേ. അതുകൊണ്ട് കമൻറ്റ് ബോക്സിലേക്ക് വരും. ഏതാണ്ടൊരു സോഫ്റ്റ് പീക്ക്
റേഞ്ചിൽ എത്തിക്കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്യാം. അതായത് ഞാനൊരു 1/2 ടിൻ കണ്ടൻസ് മിൽക്കാണ് ടോട്ടലായിട്ട് ചേർക്കുന്നത്. യെസ്, ഇത് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, യെസ്, ഇറ്റ് ഈസ് റെഡി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് എസൻസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. വാനില എസൻസ്, ഒരല്പം വാനില. ഞാനിത് ക്ലിയർ വാനിലയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ഇനി അതല്ല ബിസ്ക്കറ്റ്സ്, ഇതൊരു കുക്കി പൈ ആയതുകൊണ്ടാണ് ചോക്ലേറ്റ് കുക്കീസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് ഇതിൽ മിക്സ് ചെയ്യേണ്ടത്. ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ടാലും ഓക്കെയാണ്, പക്ഷേ കുക്കി പൈ ആയതുകൊണ്ട് അകത്തും കുക്കീസ് ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് ഇച്ചിരി കൂടെ വേണമെങ്കിലും ആകാം, പക്ഷേ ഞാൻ ഇത്ര ചേർക്കുന്നുള്ളൂ. കാര്യം നമ്മുടെ ബേസ് നല്ല കുക്കീസാണല്ലോ ശരിക്കും പറഞ്ഞാൽ, ബിസ്ക്കറ്റ് ബേസ് അല്ലേ. സോ ദിസ് ഈസ് ഇനഫ്. ഇനി അടുത്ത പരിപാടി നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ബേസ്, പൈ ബേസ്. കറക്റ്റായിട്ട് അത്യാവശ്യം ഹാർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഈ ഒരു പൈ ഡിഷ് എന്ന് പറയുന്നത്, ഈ ഒരു നമ്മൾ ഉണ്ടാക്കണ ഈ മോൾഡ്, ഇത് സിലിക്കോണാണ്. ഞാനിത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയപ്പോൾ മേടിച്ചതാണ് എന്ന് തോന്നുന്നു. കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ, 1 വർഷത്തിൽ കൂടുതലായി എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രീം ഫില്ലിങ് വയ്ക്കാം. കുക്കീസ് ആൻഡ് ക്രീമാണ്. യെസ്, അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കുവാണ് കേട്ടോ, കുഴപ്പമില്ല. ആഹാ, ഏതാണ്ടൊരു ബ്രിം വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ഓറിയോ ബിസ്ക്കറ്റ്സിലും ചെയ്യാം. ബേസ് ഓറിയോ ചോക്ലേറ്റ് പ്ലസ് അകത്ത് പീസസ് ആക്കി ഇടുന്നതും ഓറിയോയുടെ പീസസ് തന്നെ ഇങ്ങനെ പീസസ് ആക്കി ഇടാം. പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ചോയ്സാണ്. ചോക്ലേറ്റ് കുക്കീസ് വെച്ചും ചെയ്യാം. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ നോ ബേക്ക് ചോക്ലേറ്റ് കുക്കി പൈ റെഡി എന്ന് തന്നെ പറയാം. ഈവൻ ആക്കണം എല്ലാ ഭാഗവും ഒരുപോലെ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന ക്രംസ് പൊടിയായത്, ഇത് നല്ല ഭംഗിയായിരിക്കും. ഇത് ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ഡബിൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൈ പോലെയൊക്കെ ഇരിക്കും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ ബിസ്ക്കറ്റ് പൗഡർ, ദറ്റ് ചോക്ലേറ്റ് കുക്കീസ് ആണെങ്കിൽ അത്, ഇതിപ്പോൾ ഹൈഡ് ആൻഡ് സീക്കാണ് ഞാൻ ആ ചോക്ലേറ്റ് പീസസ് ഉള്ള ആ ബിസ്ക്കറ്റ്സ് കുറച്ചുകൂടി ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഭംഗിയുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒരു ടോപ്പിങ്. യെസ്, ഇനി വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ഫ്രീസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യുമ്പോഴായിരിക്കും എളുപ്പം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുന്നു. നൈസ്, റെഡിയായി വരട്ടെ. ഓക്കെ, ഫ്രീസറിലായതുകൊണ്ട് പെട്ടെന്ന് സെറ്റാകും. അത് കഴിഞ്ഞാൽ ഞാൻ ഡീമോൾഡ് ചെയ്ത് കാണിക്കാം. അധികം സമയമൊന്നും വേണ്ട, 1/2 മണിക്കൂറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഭയങ്കര ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇവിടേക്കൊന്ന് ക്ലിയർ ചെയ്യട്ടെ. യെസ്, അങ്ങനെ നോ ബേക്ക് ചോക്ലേറ്റ് കുക്കി പൈസ് റെഡി. ഞാനൊന്ന് ഡിമോൾഡ് ചെയ്യട്ടെ. ഈ സിലിക്കോണിൻ്റെ ആയതുകൊണ്ട് ഡിമോൾഡിങ് ഈസിയാണ്.
യെസ്, ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തിട്ട് ഡിമോൾഡ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. യെസ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണുന്നുണ്ടല്ലോ. തൽക്കാലം ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. Wow. So it's a beautiful chocolate cookie pie. ഇത് വെറുതെ റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. ഈ രീതിയിൽ ചെയ്യാം. പിന്നെ ഇത് കുറച്ചുകൂടി ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ജലറ്റിനും കൂടി മിക്സ് കൊടുക്കാം. ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്രീമി ആയിരിക്കും. ജലറ്റിൻ കൊടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട്, തണുത്ത വെള്ളത്തിൽ കുതിർത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ഉരുക്കി നമ്മൾ ആ ഫില്ലിങ്ങിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ക്രീമി ടെക്സ്ചറായിരിക്കും. മറ്റേതാണെങ്കിൽ നമുക്കിങ്ങനെ മുറിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇളക്കി കഴിഞ്ഞല്ലോ. ഇനി ഞാൻ വീണ്ടും കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആ ഒരു അത്യാവശ്യത്തിനായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് കുക്കി പായ് ഇതുപോലെ വെഡ്ജസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെഡ്ജസ് ആയിട്ടിങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ മെത്തേഡ്. അത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് സമയമാകുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ജലറ്റിൻ ഫില്ലിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ കട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജലറ്റിനും കൂടി ചേർത്താൽ മതി. നമ്മുടെ ചോക്ലേറ്റ് കുക്കി പായ് ഇത് കുറച്ചൊരു ക്രീമി ആയിട്ടാണ് സെൻറ്റർ പോർഷൻ ഇരിക്കുന്നത്. കാര്യം ഇതിപ്പോൾ നമുക്കിങ്ങനെ ഐസ്ക്രീം പോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കും, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ജലറ്റിൻ മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഉറപ്പുണ്ടാകും. അത്രേ ഉള്ളൂ. ഞാനൊരു ക്രീമി ആയിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തത്. നിങ്ങളുടെ എന്താണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ചോക്ലേറ്റ് ആ ഒരു ബേസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു വാനില ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ ഇരിക്കും. ഇറ്റ്സ് വെരി യമ്മി. ഈ ചോക്ലേറ്റ് കുക്കി പായുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഐസ്ക്രീം വിത്ത് ഒരു ചോക്ലേറ്റ് എന്താ പറയുക, വേഫേഴ്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും അകത്തകത്ത്. ഇത് എന്താ പറയുക, ചോക്ലേറ്റ് കുക്കി, ആ കുക്കി ചോക്ലേറ്റ് ആൻഡ് ദ വാനില ഒരു ക്രീമി അങ്ങനത്തെ ഒരു ടെക്സ്ചറിൽ കഴിക്കണം. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട്. മറ്റേതാണെങ്കിൽ ഒരു പുഡിങ് സ്റ്റൈലാകും ജലറ്റിൻ ചേർക്കുകയാണെങ്കിൽ. ആ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. വാവ്, ഭയങ്കര ടേസ്റ്റാണ്, നോ ഡൗട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ വീണ്ടും പഴയ വീഡിയോയിലേക്ക് പോകുന്ന പോലെ തോന്നില്ലേ? എനിക്ക് നിങ്ങളോടൊരു മെറി ക്രിസ്മസ് പറയണം തോന്നി. അത് പക്ഷേ ഈ ഒരു കേക്കിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് ഈ കേക്ക് പക്ഷേ നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. കാരണം നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ലാസ്റ്റ് 24-ാം തീയതി കേക്ക് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മുടെ ക്രിസ്മസ് കേക്ക് ചെയ്തത്. എങ്കിലും ഈ കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നിന്നുകൊണ്ട് നിങ്ങളോടൊരു മെറി ക്രിസ്മസ് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ ദിവസം തന്നെ ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടി എടുത്തു വെച്ചത്. അത് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അപ്പോൾ സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ക്രിസ്മസ് സീരീസ് കണ്ടിന്യൂസ് പഴയതിനെക്കാട്ടിലും കൂടുതൽ അടുപ്പിച്ചിടേണ്ടി വന്നു, സമയക്കുറവുണ്ട്. എങ്കിലും എനിക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് നിങ്ങളെല്ലാവരും സ്വീകരിച്ചു എന്നുള്ളത് അതിനെക്കാട്ടിലും സന്തോഷം. ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ്. അടിച്ചു പൊളിക്കുക ക്രിസ്മസ്. രാത്രി പാതിരാ കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടാവും. പിന്നെ അതുപോലെ പകൽ സമയം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ആയിട്ട് ഗംഭീരമാക്കുക. സുഹൃത്തുക്കളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം, കുടുംബത്തിനോടൊപ്പം ഒക്കെ ക്രിസ്മസ് ആഘോഷമാക്കുക. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പാവപ്പെട്ടവരെയും സഹായിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഈ സന്തോഷങ്ങൾക്കിടയിൽ അവരുടെ ദുഃഖങ്ങളും കാണാതിരിക്കരുത്. അതായത് നമ്മൾ അതിനു വേണ്ടി, ചാരിറ്റിക്ക് വേണ്ടി കുറച്ച് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണകാര്യമായിട്ടും വസ്ത്രങ്ങളായിട്ടും ഒക്കെ കൊടുക്കാനും ശ്രമിക്കണം. എല്ലാ ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോഴും നമ്മളെല്ലാവരും സന്തോഷിക്കുമ്പോഴും അത്രയും ഭാഗ്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചും കരുണയോടുകൂടി ചിന്തിക്കുക. ഇപ്പോൾ യേശുദേവൻ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു എക്സാമ്പിളല്ലേ, ഒരു ഉദാഹരണമാണ്, എല്ലാവർക്കും ഒരു വഴികാട്ടിയുമാണ്. അപ്പോൾ നല്ല ചിന്തകൾ, നല്ല
എന്താ പറയേണ്ടത്, നല്ല ചിന്തകൾക്കപ്പുറത്തേക്ക് നല്ല പ്രവർത്തികൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമായി മാറട്ടെ എല്ലാവർക്കും. ക്രിസ്മസ്. എലൻ വ്ളോഗ്സ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ എല്ലാ അംഗങ്ങൾക്കും, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മെറി ക്രിസ്മസ്. Thank you so much. Thank you for watching and keep on watching Lakshmi Nair Vlogs. Love you all.